ഈ നിലമ്പൂർ തെരഞ്ഞെടുപ്പ് ഫലമൊക്കെ വന്നു. നമ്മളാരും പ്രതീക്ഷിക്കാത്ത ഫലമാണ്. ആര്യാടൻ ഷൗക്കത്ത് വിജയിക്കുമെന്ന് നമുക്കറിയാമായിരുന്നു. പക്ഷേ ഇത്രയധികം ഭൂരിപക്ഷം, അതോടൊപ്പം തന്നെ അൻവർ ഇത്ര വോട്ട് പിടിക്കുമെന്ന് പ്രതീക്ഷിച്ചില്ല. BJPയുടെ വോട്ട് കുറഞ്ഞില്ല. പക്ഷേ ഏറ്റവും കൂടുതൽ നഷ്ടം ഉണ്ടാക്കിയത് LDFന് തന്നെയാണ്. LDF പറഞ്ഞതും എല്ലാ എണ്ണയിട്ട യന്ത്രം പോലെ അവരുടെ എല്ലാ സംവിധാനങ്ങളും മുഖ്യമന്ത്രി അടക്കം നിന്ന് പ്രവർത്തിച്ചിട്ടും ശരിക്കും നാണം കെട്ട അവസ്ഥയിലേക്ക് കാര്യങ്ങളെത്തി. അങ്ങനെ വിലയിരുത്താം. LDFനെ സംബന്ധിച്ചിടത്തോളം അവിടെ LDFിൻ്റെ മണ്ഡലമല്ല ശരിക്കും അത് കാലങ്ങളായിട്ട് ആര്യാടൻ കുടുംബത്തിൻ്റെ മണ്ഡലമാണ്. അതെ, UDFിൻ്റെ എന്ന് പറയുന്നതിലും നല്ലത് ആര്യാടൻ കുടുംബത്തിൻ്റെ എന്ന് പറയുന്നതാണ് അതിൻ്റെ ശരി. പക്ഷേ ഈ വിഭജനത്തോടു കൂടി, അത് മണ്ഡല പുനർനിർണയത്തോടു കൂടി കുറച്ച് വ്യത്യാസം വന്നിരുന്നു. അപ്പോൾ 2 തവണ 2016-ലും 2021-ലും LDF സ്വതന്ത്രനായിട്ടുള്ള അൻവർ ജയിക്കാൻ പറ്റി. ആദ്യത്തെ ഇലക്ഷനിൽ നല്ല ഭൂരിപക്ഷം ഉണ്ടായിരുന്നു. കഴിഞ്ഞ തവണ 2000-ൽ താഴെ ഭൂരിപക്ഷമേ ഉള്ളായിരുന്നു. അതിൻ്റെ പ്രധാന കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അൻവർ ഇടതുപക്ഷമായതുകൊണ്ട് മാത്രമല്ല ആ 2 തവണ അൻവർ ജയിച്ചത്. അൻവറിന് അവിടെ കുടുംബ പേരുകൾ ഒരുപാടുണ്ട്. അൻവറിന് വ്യക്തി വോട്ടുകൾ ഒരുപാടുണ്ട്. അത് ഈ ഇലക്ഷനോടുകൂടി മനസ്സിലായിട്ടുണ്ടാവും. ഏകദേശം 20,000-ഓളം വോട്ട് അൻവർ സ്വന്തം പിടിച്ചിട്ടുണ്ട്. അപ്പോൾ LDFനെ സംബന്ധിച്ചിടത്തോളം LDFന് വോട്ട് കൂടുകയാണ് ചെയ്തത് ഈ ഇലക്ഷനിൽ. പിന്നെ LDF കാൽക്കുലേറ്റ് ചെയ്തത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യഘട്ടത്തിൽ അൻവർ UDFിൻ്റെ ഭാഗമായിട്ട് മത്സരിക്കും. അൻവർ UDFിൻ്റെ ഭാഗമായിട്ട് മത്സരിച്ച LDF പിന്നെ അവിടെ ഒരു സ്ഥാനാർത്ഥി നിർത്തുന്നതിൽ കാര്യമില്ല. അപ്പോൾ ഒന്നുകൂടി ഒരു മത്സരം കാഴ്ചവെക്കാം എന്ന് കരുതിയിട്ടാണ് M സ്വരാജിനെ ആ നാട്ടുകാരൻ എന്ന പരിഗണന കൂടി പാർട്ടി ചിഹ്നത്തിൽ കൊണ്ടുപോയിട്ട് മത്സരിപ്പിക്കുന്നത്. M സ്വരാജ് അല്ല മത്സരിക്കുന്നത്, വേറൊരാൾ മത്സരിച്ചു. അൻവർ UDFിൻ്റെ ഭാഗമായിട്ട് തെരഞ്ഞെടുപ്പിനെ നേരിട്ടിരുന്നെങ്കിൽ ഭൂരിപക്ഷം ഒരു 40,000 വോട്ടിൻ്റെ ഭൂരിപക്ഷം ഉറപ്പായിട്ട് അവർക്ക് കിട്ടിയാണ്. അതുപോലെ അൻവർ മത്സരിക്കാതിരുന്നെങ്കിലും ആര്യാടൻ ഷൗക്കത്തിൻ്റെ ഭൂരിപക്ഷം കൂടുമായിരുന്നു. ശരിക്കും ആര്യാടൻ ഷൗക്കത്തിനെ അൻവറിന് കണ്ടുകൂടാ. ഇല്ല, അവർ കുടിപ്പകയുണ്ട്, വർഷങ്ങളായിട്ടുള്ള കുടിപ്പക. പക്ഷേ ഇതിലിപ്പോൾ സംഭവിച്ചതെന്ന് പറഞ്ഞാൽ ലീഗ് ശക്തമായി പണിയെടുത്തു. യുവ നേതാക്കൾ എടുത്തു പറയേണ്ടതുണ്ട്. കോൺഗ്രസിൻ്റെ ചാണ്ടി ഉമ്മൻ ഉൾപ്പെടെയുള്ള PC വിഷ്ണുനാഥ്, രാഹുൽ മാങ്കൂട്ടത്തിൽ, ഷാഫി പറമ്പിൽ, അങ്ങനെ തുടങ്ങി എല്ലാവരും നന്നായിട്ട് പണിയെടുത്തു. അപ്പോൾ അത് മനസ്സിലാവുന്നു. ഓരോ വീടുകൾ തോറും കയറി ഇറങ്ങി. പിന്നെ ഈ ഭരണവിരുദ്ധ വികാരമുണ്ടായിരുന്നു. പിന്നെ അൻവറിൻ്റെ ഈ വിഷയങ്ങൾ ഇതെല്ലാം കൂടെ കൂട്ടി വായിച്ചപ്പോൾ ശരിക്കും പറഞ്ഞാൽ അത് ആര്യാടന് ഗുണം ചെയ്തു. അതുമാത്രമല്ല, ഈ സ്വരാജ് ഈ പറഞ്ഞതുപോലെ ഒരു ജനകീയൻ കൂടിയല്ല എന്നുള്ളതാണ് മറ്റൊരു വസ്തുത. നമ്മളിപ്പോൾ തൃപ്പൂണിത്തുറയിൽ അന്ന് കെ ബാബുവിനെ പരാജയപ്പെടുത്തിയ ആ ഒരു രാഷ്ട്രീയ സാഹചര്യത്തിൽ സംഭവിച്ചതാണ്. അപ്പം സ്വരാജിനെ സംബന്ധിച്ചിടത്തോളം, പിണറായി വിജയനെ സംബന്ധിച്ചും ഈ സ്വരാജിൻ്റെ തോൽവി അദ്ദേഹം ഉള്ളിൽ ആനന്ദിക്കുന്നുണ്ടാവും. കാരണം മരുമകന് തടസ്സങ്ങളില്ലാതെ പോകാം. ഇനിയിപ്പോൾ ഒരുപക്ഷെ 2027-ൽ രാജ്യസഭ ഒഴിവ് വരുമ്പോൾ അതിലേക്ക് കയറ്റിവിടാനുള്ള സാധ്യതയാണ് കാണുന്നത് സ്വരാജിന്. പക്ഷേ സ്വരാജ് ശരിക്കും പറഞ്ഞാൽ ഈ 2 തെരഞ്ഞെടുപ്പുകളിലായി. കാരണം CPMനെ സംബന്ധിച്ചിടത്തോളം തുടർഭരണം കിട്ടിയപ്പോൾ CPMൻ്റെ ആ ഒരു വിജയത്തിൻ്റെ പൊൻതൂവലിൽ കളങ്കം പറ്റുന്ന 2 പരാജയങ്ങൾ, അതിലൊന്ന് സ്വരാജിൻ്റെയാണ്, ഒന്ന് മേഴ്സിക്കുട്ടിയാണ്. അപ്പോൾ അത് ആ ഒരു പരാജയം ഏറ്റുവാങ്ങി. അതിനുശേഷം ഈ 5 വർഷത്തിനിടയിൽ 2ാമത്തെ പരാജയം. സ്വരാജ് എന്ന് പറയുന്ന ഒരു വ്യക്തി, അദ്ദേഹത്തിൻ്റെ അറിവുകളും അല്ലെങ്കിൽ പാർട്ടിക്ക് അദ്ദേഹം നൽകിയിട്ടുള്ള സംഭാവനകളും അതൊക്കെ കണക്കിലെടുക്കുമ്പോൾ ഈ 2 തോൽവി അദ്ദേഹത്തെ ശരിക്കും അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ കരിയറിനെ തന്നെ ബാധിച്ചിട്ടുണ്ട്. അതിന് ഒരു പരിധിവരെ പിണറായി വിജയൻ അതിന് അങ്ങനെ ഒരു പരാജയത്തിലേക്ക് എത്തിക്കാൻ സാക്ഷ്യം വഹിച്ചു എന്ന് പറയേണ്ടി വരും. നിലമ്പൂർ തെരഞ്ഞെടുപ്പ് ശരിക്കും പറഞ്ഞാൽ CPMന് വലിയൊരു പാഠമാണ്. അതായത് ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥി, ഒരു ബിസിനസ്സുകാരനായ ഒരാൾ എന്ന് മാത്രമേ അൻവറിനെ കുറിച്ച് പറയാം. അൻവറിനല്ലാതെ അൻവറിൻ്റെതായ രാഷ്ട്രീയ പാരമ്പര്യമൊന്നുമല്ല, നിലനിൽപ്പിന് വേണ്ടിയുള്ള രാഷ്ട്രീയം മാത്രമേ അൻവറിന് ഇതുവരെ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പോഴൊക്കെ തന്നെ കണ്ടല്ലോ, ഇവിടെ നിന്ന് അൻവർ തന്നെ പറയുന്നത് എന്നോട് പറഞ്ഞ് രാജിവെപ്പിച്ചതാണ്. ആ UDF പറഞ്ഞ് രാജിവെപ്പിച്ചതാണ്, സീറ്റ് തരാം എന്ന് പറഞ്ഞിട്ട് പറഞ്ഞ് രാജിവെപ്പിച്ചു, എന്നെ പെരുവഴിയിലാക്കി എന്നാണ് പറയുന്നത്. അപ്പോൾ LDF അത്ര പോലും ഒരു എന്താ പറയുക രാഷ്ട്രീയ പാപ്പരത്തം കാണിക്കുക, അല്ലെങ്കിൽ രാഷ്ട്രീയ നിലപാടില്ലാത്ത ഒരാളെയാണ് കഴിഞ്ഞ 2 തവണയും സ്വതന്ത്ര സ്ഥാനാർത്ഥി എന്ന് പറഞ്ഞ് LDFിൻ്റെ ലേബലിൽ മത്സരിപ്പിച്ച് ജയിച്ച് നിയമസഭയിലേക്ക് കൊണ്ടുപോയത്. അദ്ദേഹം ആ സീറ്റ് വലിച്ചെറിയുന്നു, വരുന്നു. അപ്പം LDF മനസ്സിലാക്കേണ്ട ഒരു കാര്യം, അങ്ങനെ കണ്ടേ വഴിയേ പോകുന്ന ഏതെങ്കിലും ഒരു ബിസിനസ്സുകാരനെ എന്തെങ്കിലും സ്വാർത്ഥ താല്പര്യങ്ങളുടെ പേരിലോ എന്തെങ്കിലും നേട്ടങ്ങളുടെ പേരിലോ കൊണ്ടുപോയിട്ട് മത്സരിപ്പിച്ച് കഴിഞ്ഞാൽ ഇതായിരിക്കും ഫലം എന്നുള്ളത് LDF തിരിച്ചറിയണം. ഈ തെരഞ്ഞെടുപ്പിൽ മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ കോൺഗ്രസിനെയും UDFനെ സംബന്ധിച്ചിടത്തോളം അവർ വളരെ ഒറ്റക്കെട്ടായിട്ട് പ്രവർത്തിച്ചു. അതിൽ ഏറ്റവും പ്രധാനമായിട്ട് പറയേണ്ടത് ലീഗിൻ്റെ കാര്യമാണ്. ചേട്ടൻ സൂചിപ്പിച്ചതുപോലെ തന്നെ ലീഗ് ആദ്യഘട്ടങ്ങളിൽ ഈ ഷൗക്കത്തും ലീഗിൻ്റെ പാണക്കാട് കുടുംബമായിട്ട് വലിയ ഇഷ്യൂ ഉണ്ടായിരുന്നു. വർഷങ്ങളായിട്ടുണ്ട്. ആര്യാടൻ മുഹമ്മദിന് ലീഗിൻ്റെ വോട്ടൊന്നും കിട്ടില്ലായിരുന്നു. ആര്യാടൻ മുഹമ്മദ് ഹിന്ദു വോട്ടിൽ ജയിച്ചുകൊണ്ടിരുന്ന ഒരു വ്യക്തിയാണ്. അതെ.
അത് മാറി ഷൗക്കത്ത് മത്സര രംഗത്തേക്ക് വന്നപ്പം ലീഗ് അതെല്ലാം മറന്നിട്ട് പ്രചാരണ രംഗത്ത് വളരെ സജീവമാണ്. ഒരു പക്ഷേ ഈ UDF-ലെ ലീഗ് എന്ന് പറയുന്ന ഘടകകക്ഷിയുടെ പ്രചാരണം കൊണ്ടായിരിക്കാം നിലമ്പൂരിൽ ഷൗക്കത്ത് ഒരു തട്ടുകേടും സംഭവിക്കാതെ 11,000 പേരും ലീഗ് സ്വന്തം സ്ഥാനാർത്ഥിക്ക് വേണ്ടി ഇത്രയും ഉയർത്തിട്ടില്ല. ഇല്ല. കുഞ്ഞാലി സാഹിബൊക്കെ ഓരോ വീടുകൾ തോറും വാർഡിൽ ഇലക്ഷന് നമ്മൾ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിക്ക് വേണ്ടി വോട്ടഭ്യർത്ഥിക്കുന്ന പോലെ വീടുകൾ കയറി ഇറങ്ങി എന്നുള്ളതാണ്. വീട്ടുകാർ പോലും ഞെട്ടിപ്പോയി. കുഞ്ഞാലി സാഹിബൊക്കെ വീട്ടിൻ്റെ മുമ്പിൽ വന്ന് നിൽക്കുന്നു. അപ്പോൾ അങ്ങനെ വർക്ക് ചെയ്തു. കാരണം അവരെ സംബന്ധിച്ചിടത്തോളം അവർക്കിനി ഒരു കാരണവശാലും അവർക്ക് അധികാരമില്ലാതെ നിൽക്കാൻ പറ്റത്തില്ല. അവരെ മുട്ടി നിൽക്കുവാണ്. കാരണം ഈ കഞ്ചാവും മയക്കുമരുന്നൊക്കെ അടിച്ചിട്ട് അത് കിട്ടാതെ വരുമ്പം ഉണ്ടാകുന്ന ആ ഒരു ടെംപ്റ്റേഷൻ ഉണ്ടല്ലോ, ആ ഒരു അവസ്ഥയിലാണ് ലീഗ് നിൽക്കുന്നത്. ഇനി അധികാരം ഇല്ലെങ്കിൽ അവർക്ക് ഒരു നിമിഷം പോലും പിടിച്ചിരിക്കാൻ പറ്റത്തില്ല. അവരൊന്നും ഈ രാഷ്ട്രീയ പാർട്ടിയായിട്ട് രൂപീകരിച്ച് ഇത്രയും പ്രവർത്തനം നടത്തിയതിനു ശേഷം ഇത്രയും അധികാരമില്ലാതെ 10 വർഷം നിന്നിട്ടില്ല. 10 വർഷം നിന്നിട്ടില്ല. അതാ അധികാരം വല്ലാത്ത ലഹരിയാണ്. പ്രത്യേകിച്ച് അവർക്ക് ഈ വ്യവസായ വകുപ്പും ഇനിയിപ്പോൾ ഉപമുഖ്യമന്ത്രി സ്ഥാനവും 5 മന്ത്രിമാരും എല്ലാം ഇങ്ങനെ കാത്തിരിക്കുക. അപ്പോൾ UDF-നെ വിജയിപ്പിക്കുക. കാരണം LDF ചെന്ന് ഇങ്ങനെയുള്ള തൻപോരുമയൊന്നും കാണിക്കാൻ പറ്റത്തില്ല. അവർ കൊടുക്കുന്നതേ പറ്റൂ. ഇപ്പോൾ മാണിയൊക്കെ ചെന്നിട്ടും അങ്ങനെയാണല്ലോ ഉണ്ടായത്. അപ്പോൾ അതുകൊണ്ട് സ്വാഭാവികമായിട്ടും UDF ആകുമ്പോൾ ഇവരുടെ കാര്യങ്ങളെല്ലാം നടന്നു കിട്ടും. അപ്പം ഇനിയിപ്പോൾ ഒരു പക്ഷേ ഒരു ഉപമുഖ്യമന്ത്രി സ്ഥാനം ചോദിച്ചാലും കൊടുത്തേക്കും. കാരണം ഉറപ്പായിട്ടും കൊടുക്കും, ചോദിക്കുകയും ചെയ്യും. അതെ. അടുത്ത തെരഞ്ഞെടുപ്പിൽ ഉറപ്പായിട്ടും അവർ സീറ്റുകളുടെ എണ്ണം കൂട്ടും. കാരണം ഇനിയിപ്പം അവർക്ക് അറിയാം. ഇനിയിപ്പോൾ എനിക്ക് തോന്നുന്നു ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് വെച്ചിട്ട് ഇനിയിപ്പോൾ അടുത്തൊരു തുടർ ഭരണത്തിന് സാധ്യത വളരെ കുറവാണ്. കാരണം ജനങ്ങൾ ഇതൊരു ട്രെൻഡായിട്ട് നമുക്ക് കാണാം. ജനങ്ങൾ അത്രയേറെ വെറുത്തു ഈ ഭരണം. കാരണം 3ാം ടേമിന് കിട്ടാൻ ഇനിയിപ്പോൾ ഈ പറഞ്ഞതുപോലെ കുറേ പെൻഷൻ കൂട്ടിയതുകൊണ്ടോ കിറ്റ് കൊടുത്തുകൊണ്ടൊന്നും അത് നിൽക്കത്തില്ല. ജനങ്ങൾക്കിടയിൽ വലിയ രീതിയിലുള്ള ഭരണവിരുദ്ധ വികാരം ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് ഈ ഒരു തെരഞ്ഞെടുപ്പോടെ നമുക്ക് വ്യക്തമാകുന്നുണ്ട്. അത് ഒരു കേരളത്തിൻ്റെ പുതുചിത്രം കൂടിയാണ്. ഒരു സെമി ഫൈനൽ എന്ന് വിശേഷിപ്പിക്കാവുന്ന ഒരു തെരഞ്ഞെടുപ്പ് എന്ന് തന്നെ ഇതിനെ പറയേണ്ടി വരും. അതുമാത്രമല്ല, കോൺഗ്രസിൽ സതീശൻ എടുത്ത നിലപാട് ഭയങ്കരമായ വിജയം കണ്ടു. കാരണം സതീശൻ പറഞ്ഞ അൻവർ ഇല്ലെങ്കിൽ വേണ്ട, നമുക്ക് ജയിക്കാം. അത് വിജയിച്ചു എന്നുള്ളതാണ്. അതുമാത്രമല്ല, ഭൂരിപക്ഷം പോലും കുറയ്ക്കാൻ കഴിഞ്ഞില്ല. ഭൂരിപക്ഷം നല്ല ഭൂരിപക്ഷം, അതായത് കഴിഞ്ഞ തവണ അൻവർ 2000 വോട്ടിൽ താഴെ ഭൂരിപക്ഷം ഉണ്ടായിരുന്ന സ്ഥാനത്താണ് ഇത്രയും ഭൂരിപക്ഷം 11,000-ഓളം ഭൂരിപക്ഷം വാങ്ങുന്നു. അൻവർ 20,000 വോട്ട് പിടിക്കുന്നു. അപ്പോൾ അതുകൊണ്ട് UDF-നെ ഇനിയിപ്പോൾ തടുക്കാൻ കഴിയില്ല. ഇനി പറഞ്ഞതുപോലെ അധികാരം കിട്ടുമ്പോൾ മുഖ്യമന്ത്രിക്കായിട്ടുള്ള കടിപിടിയൊക്കെ നടക്കും. ലീഗ് ഒരു സൈഡിൽ കൂടെ 5 മന്ത്രിയും 6 മന്ത്രിയും മുഖ്യമന്ത്രിയും ഒക്കെ ചോദിക്കും. അങ്ങനെ കുറച്ച് ഈ അധികാരം, അതായത് വോട്ട് എണ്ണിക്കഴിയുമ്പം AICC-ക്കും എല്ലാം ഒരുപാട് വിയർപ്പൊഴുക്കേണ്ടി വരും. കാരണം ഈ പലരും കുപ്പായം തുന്നിയിരിക്കുന്ന, ഇപ്പം ഇന്നലത്തെ വിജയമൊക്കെ ചെന്നിത്തലയൊക്കെ രാത്രി കിടന്ന് കരഞ്ഞിട്ടുണ്ടാവും. കാരണം എന്ന് പറഞ്ഞാൽ സതീശൻ ഭയങ്കര ശക്തനായി മാറി. KC വേണുഗോപാലിന് ഒന്നും പറയാൻ പറ്റില്ല. കാരണം AIC ഇവർ സോണിയാഗാന്ധിയും രാഹുൽ ഗാന്ധിയും ഒക്കെ അത് കണ്ടുകൊണ്ടിരിക്കുമല്ലേ. കാരണം ഇത്രയും സതീശൻ്റെ ആ ഒരു വിജയം കണ്ടു എന്നുള്ളത് ഏറ്റവും വലിയൊരു ഒരു ശ്രദ്ധേയമായൊരു വസ്തുതയാണ്. കാരണം അത് കൃത്യമായി ഇങ്ങനെ കോൺഗ്രസിൽ അഭിപ്രായം പറയുന്ന നേതാക്കൾ കുറഞ്ഞു വരുന്നൊരു കാലഘട്ടമാണിപ്പോൾ. കാരണം ഉമ്മൻചാണ്ടിക്കും കരുണാകരനും ആൻ്റണിക്കൊക്കെ ശേഷം ഇത്ര സ്ട്രോങ് ആയി ഒരു അഭിപ്രായം പറയാൻ കോൺഗ്രസ്സിലുള്ളവർക്ക് മടിയാണ്. അപ്പോൾ അതിൽ നിന്ന് വ്യത്യസ്തനായിട്ടാണ് സതീശൻ ഒറ്റക്കെട്ടായി പറഞ്ഞത്, ഞങ്ങൾക്ക് അൻവർ വേണ്ട, നമുക്ക് വിജയിക്കാം എന്ന രീതിയിലൊരു തീരുമാനം എടുത്തു. അത് വിജയിച്ചു. അപ്പോൾ അത് സതീശനെ സംബന്ധിച്ചിടത്തോളം അത് വലിയൊരു ക്രെഡിറ്റായി തന്നെ കൊണ്ടുപോകാൻ പറ്റും. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.